പ്രേക്ഷകർക്കും അഷ്റഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹൃദയത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറുന്നു. ആ വ്യക്തി നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്നു. നിങ്ങൾ ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നതും കേൾക്കാൻ ആഗ്രഹിക്കുന്നതുമായൊരു കാര്യം നടക്കാൻ പോകുന്നു. ഇതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഒന്നാമത്തെ പൂക്കളം പൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങിലേക്ക് പോകാം. ഇഷ്ട വ്യക്തിയെ ഓർത്ത് നിങ്ങൾ തിരഞ്ഞെടുത്തത് ഒന്നാമത്തെ പൂക്കളമാണെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഒരുപാട് പ്രതിസന്ധികളുണ്ടായിരുന്നു ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ. നിങ്ങൾക്ക് ആ വ്യക്തിയെ ഇഷ്ടമായിരുന്നു, നിങ്ങൾ ആ വ്യക്തിയെ പെട്ടെന്ന് ഉൾക്കൊണ്ടു. പക്ഷെ നിങ്ങളുടെ അവസ്ഥകൾ വളരെ മോശമായിരുന്നു. ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ളൊരു ജീവിതം ഉണ്ടാകുന്നതിന് വലിയ തടസ്സമുള്ളൊരു അന്തരീക്ഷത്തിലായിരുന്നു, അല്ലെങ്കിൽ ഒരു അവസ്ഥയിലായിരുന്നു നിങ്ങളുടെ ജീവിതം. ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് പിന്നോക്കാവസ്ഥ ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി. നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അത്രയും പണമുണ്ടാകാതിരിക്കുകയോ, നിങ്ങൾക്ക് ആ വ്യക്തിയുടെ അത്രയും ജീവിതത്തിൽ ഭൗതികമായോ മറ്റുള്ള സൗകര്യങ്ങൾ ഇല്ലാതിരിക്കുകയോ, സാമൂഹികമായോ മറ്റോ നിങ്ങളുടെ അവസ്ഥ മോശമാകുകയോ ചെയ്യുന്നൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അങ്ങനെ നിങ്ങളുടെ അവസ്ഥ മോശമായൊരു സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാൻ വൈകുന്നതോ, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടും ആ വ്യക്തിക്ക് നിങ്ങൾക്ക് അനുകൂലമായൊന്നും ചെയ്യാതിരിക്കുന്നതുമായൊരു സാഹചര്യം ജീവിതത്തിലുണ്ടാകുക. ആ വ്യക്തി നിങ്ങളെ ഒരുപക്ഷെ ഇഷ്ടപ്പെടുന്നുണ്ടാവും, പക്ഷെ നിങ്ങളുടെ അവസ്ഥയിലുള്ള വ്യത്യാസം നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം. നിങ്ങളെ ഒരു തരം ഒന്നും ആ വ്യക്തി ചിന്തിച്ചില്ലെങ്കിൽ കൂടി നിങ്ങളുടെ മനസ്സിലൊരു അപകർഷതാബോധം ഉണ്ടാകുകയോ ഒക്കെ ചെയ്തേക്കാവുന്നൊരവസ്ഥ. ഏതെങ്കിലുമൊക്കെ അവസ്ഥ നിങ്ങൾക്ക് മോശമായി ഭവിച്ച ആ സമയം, അതായത് ആ വ്യക്തിക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് ആ വ്യക്തിയുടെ മനസ്സിൽ നിന്നോ, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് സ്വാധീനമുള്ള മറ്റു ചിലരുടെ മനസ്സിൽ നിന്നോ, അല്ലെങ്കിൽ അവസ്ഥകളിലോ സാഹചര്യങ്ങളിലോ ഉള്ള ആ വ്യത്യാസം കൊണ്ടോ നിങ്ങളെ ദുർബലപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു അവസ്ഥ ഉണ്ടാകുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ഉണ്ടാകുക. അങ്ങനെ ആ വ്യക്തിയുടെ സ്നേഹം കൃത്യമായി അനുഭവിക്കാൻ കഴിയാതെ നിങ്ങൾ പ്രതിസന്ധിയിലാകുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളെ ഭയപ്പെടുത്തുന്നുണ്ടാകാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന വ്യക്തി, എന്നെന്നും ആ വ്യക്തിയോടൊപ്പം കൂടി കഴിഞ്ഞ് ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ പ്രതിസന്ധി ഉണ്ടാകുകയും ആ പ്രതിസന്ധിയിൽ നിന്ന് നിങ്ങൾക്ക് കരകയറാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഭയപ്പെടുകയോ, അല്ലെങ്കിൽ അത് നിങ്ങൾ ഫേസ് ചെയ്യുകയോ നിങ്ങൾ അഭിമുഖീകരിക്കുകയോ ചെയ്യുന്നൊരവസ്ഥ. ആ അവസ്ഥയിൽ മറ്റുള്ളവർ നിങ്ങളെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങളോട് ദേഷ്യമുള്ള നിങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകൾ പോലും പറയുന്നത്, നിനക്കിനി രക്ഷയില്ല, നിനക്കിനി ആ വ്യക്തിയെ കിട്ടില്ല. നിൻ്റെ മനസ്സിൽ ഉള്ള നീ നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് നേടാൻ നിനക്ക് സാധിക്കുകയില്ല. നിൻ്റെ അവസ്ഥകളെല്ലാം മോശമായിരിക്കുന്നു, ഇനി നീ അത് പ്രതീക്ഷിച്ച് നടക്കണ്ട. അങ്ങനെ കൂടെ നിന്നവരും എതിർത്ത് നിന്നവരും എല്ലാം നിങ്ങളെ അവഗണിക്കുമ്പോൾ, എല്ലാവരും നിങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ, നിങ്ങളുടെ മനസ്സിൽ നിന്നും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നൊരു ദുഃഖം ഉണ്ടാകുന്നു. നിങ്ങൾ നിങ്ങളുടെ ഈശ്വരനോട്, നിങ്ങളുടെ ശക്തിയോട് പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ ഒരു പൂക്കളം ഇട്ടിട്ട് അത് സന്തോഷത്തോടെ യാഥാർത്ഥ്യമാക്കാൻ കഴിയാത്തതിൻ്റെ ഒരു ദുഃഖം ഉണ്ടാകുന്ന അവസ്ഥ. അതിൽ നിന്ന് നിങ്ങളെ കരകയറ്റാൻ പോകുന്നു നിങ്ങളുടെ ശക്തി. നിങ്ങളുടെ അവസ്ഥ ഏത് നിമിഷവും ഭദ്രമാക്കാനും, നിങ്ങൾ താഴേക്കിടയിൽ കിടക്കുന്ന നിങ്ങളെ ഉയർത്തി ഏറ്റവും ഉന്നതിയിലെത്തിക്കാനും കഴിവുള്ള ഒരു ശക്തിയിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ആ ശക്തിയുടെ പ്രവർത്തനം, ആ ശക്തിയുടെ ആ ദിവ്യമായ ശക്തിയിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും വിജയിക്കാനും കഴിയും. നിങ്ങൾ വിശ്വസിച്ചാൽ മാത്രം മതി, വിജയം നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ആഗ്രഹം പോലെ കാര്യം നടക്കുകയും ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. അടുത്തതായി രണ്ടാമത്തെ പൈലായി സ്വീകരിച്ച ഒരു റീഡിങ്ങിലേക്കാണ് പോകുന്നത്. ഇവിടെ കുഴപ്പം നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നോ? നിങ്ങൾ മുൻപ് കരുതിയിരുന്നതോ, നിങ്ങൾ വിശ്വസിച്ചിരുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതോ ആയൊരു കാര്യം നിങ്ങളെ വഴിതെറ്റിച്ചു. തെറ്റായ വാക്കോ പ്രവൃത്തിയോ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായി. ഏറ്റവും കുറഞ്ഞത് തെറ്റായൊരു ചിന്തയെങ്കിലും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുകയും നിങ്ങൾക്ക് ഒരു പരാജയം സംഭവിക്കുകയും ചെയ്തു. അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയോട് നിങ്ങൾക്ക് മോശമായോ, അല്ലെങ്കിൽ ആ വ്യക്തി തെറ്റിദ്ധരിക്കുന്ന രീതിയിലെങ്കിലും നിങ്ങൾക്ക് പെരുമാറേണ്ടി വന്നു. അങ്ങനെ ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ
അതല്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളോട് ദേഷ്യമുള്ള നിങ്ങൾ വിശ്വസിച്ച ഏതോ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ വ്യക്തികളോ നിങ്ങൾക്കെതിരെ, നിങ്ങൾ അവരെ വിശ്വസിച്ച് അവരോട് പറഞ്ഞ കാര്യം നിങ്ങളുടെ വ്യക്തിയെ അറിയിക്കുകയും നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധത്തെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നൊരവസ്ഥ ഉണ്ടാകുക. അങ്ങനെ നിങ്ങളുടെ മനസ്സിലുള്ള ഒരാഗ്രഹം തടസ്സപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾ വിശ്വസിച്ച് കൂടെ നടത്തിയ ആളുകൾ അത് നിങ്ങൾക്കെതിരെ ഉപയോഗിച്ച് നിങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുക. ഇതിലേതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് അറിഞ്ഞോ അറിയാതെയോ ഒരു തെറ്റുണ്ടായി എന്ന് നിങ്ങൾ കരുതുന്നു. ഇതാണ് സാഹചര്യം. ഇനി ആ അകൽച്ചയിൽ നിന്ന്, ഇപ്പോൾ നിങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന അകൽച്ചയിൽ നിന്നും, നിങ്ങൾ മനസ്സിലാഗ്രഹിച്ച കാര്യം നടക്കാൻ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇനിയൊരു പോസിറ്റീവ് സാഹചര്യത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാൻ കഴിയും? അവിടെ ആണ് ജീവിതത്തിൻ്റെ പ്രസക്തി. നിലവിൽ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനോ ആ വ്യക്തിയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് പെട്ടെന്ന് മാറിപ്പോകുന്നതാണ്, അത് പെട്ടെന്ന് തീർന്നു പോകുന്നതാണ്. അതിൻ്റെ ഒരു കറുത്ത ആവരണം പുറമെ നിങ്ങൾക്ക് കാണാം. ആ ആവരണം കണ്ടിട്ട് നിങ്ങൾ ദുഃഖിക്കേണ്ട കാര്യമില്ല. അതായത് നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുന്ന ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അത് ആത്യന്തികമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് നന്മയുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ അവിടെ നിലവിലുള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങളെ അതിവേഗം മാറ്റിമറിച്ചുകൊണ്ട് ജീവിതത്തിൽ വിജയത്തിൻ്റെ തലത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയും. ഒരിക്കലും നിങ്ങളുടെ വിജയത്തെ തകർക്കുവാനോ നിങ്ങളുടെ വിജയത്തെ ഇല്ലാതാക്കാനോ ആർക്കും സാധിക്കില്ല. നിങ്ങൾ പരിപൂർണമായി വിജയിക്കുക തന്നെ ചെയ്യും. എല്ലാ പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് വിജയത്തിൻ്റെ ശ്രീകോവിലിൽ നിങ്ങളെത്തും. നിങ്ങൾക്കതിനുള്ള ശക്തി, നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നൽകും. ഇപ്പോൾ കാണുന്ന പ്രതിസന്ധി കണ്ട് നിങ്ങളെ ആളുകൾ വെല്ലുവിളിക്കുകയോ നിങ്ങളെ ആളുകൾ നിരുത്സാഹപ്പെടുത്തുകയോ നിങ്ങൾക്ക് മാനസികമായിട്ട് വിഷമം ഉണ്ടാവുകയൊക്കെ ചെയ്യാം. പക്ഷേ അത് ക്ഷണികമാണ്. തകർച്ച അല്ലെങ്കിൽ നഷ്ടം അല്ലെങ്കിൽ നഷ്ടബോധം, കുറ്റബോധം അത് ക്ഷണികവും. ഇനി നിങ്ങൾക്ക് സംഭവിക്കാനിരിക്കുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള വലിയ വിജയമാണ്. വിജയങ്ങളുടെ മുന്നോടിയായിട്ട് കാണുന്ന ചെറിയൊരു ഇടർച്ച, ഈ ഇടർച്ചയാണിപ്പോഴുള്ളത്. ഈ ഇടർച്ചയിൽ നിങ്ങൾ വഴുതി വീഴാനായിട്ട് ചിലർ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർക്കറിയാം ഇപ്പോൾ നിങ്ങൾക്ക് തോന്നിയിരിക്കുന്ന ഈ നഷ്ടബോധം ക്ഷണികമാണെന്നും നിങ്ങൾ പോസിറ്റീവ് എനർജിയോട് ഉയർത്തെഴുന്നേറ്റ് വരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അതിനപ്പുറത്തുള്ള നന്മയെ കാണാതെ നിങ്ങളുടെ കണ്ണുകളെ മറക്കാൻ അവരാഗ്രഹിക്കുന്നു. അവർ നിങ്ങളുടെ ശത്രുക്കളാണ്. കാരണം നിങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കൃത്യമായി ദൂരക്കാഴ്ചയോടെ നോക്കിയാൽ നിങ്ങളുടെ വിജയവും നിങ്ങളുടെ നേട്ടവും അവിടെ ഉണ്ടാകും. അത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ നിങ്ങൾ കൃത്യമായി അറിയണം. നിങ്ങളുടെ പോസിറ്റീവ് എനർജിയെ വിളിച്ച് പ്രാർത്ഥിച്ച് നിങ്ങൾ ആ ലെവലിലേക്ക് വരണം. നിങ്ങളുടെ ആത്മവിശ്വാസം 10 മടങ്ങ് വർദ്ധിക്കണം. കാരണം നിങ്ങൾ തകരാൻ പോകുന്നതോ നഷ്ടപ്പെടാൻ പോകുന്ന വ്യക്തിയല്ല. നിങ്ങൾ വിശ്വവിജയങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വലിയ സന്തോഷം ഉണ്ടാകാൻ പോവുകയാണ്. നിങ്ങളത് നശിപ്പിച്ച് കളയാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഉണരണം. ആ ഒരു പോസിറ്റീവ് തരംഗത്തെക്കുറിച്ച് നിങ്ങൾ അറിയണം. നിങ്ങൾക്ക് വരാനിരിക്കുന്ന നന്മയെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് അറിയണം. അതിലൂടെ നിങ്ങൾക്കതിന് സാധിക്കും. പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.